കേരള എന്ന് പറയുന്ന സൊസൈറ്റീൻ്റെ പണ്ടത്തെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഫുഡ് പ്ലേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ എമൗണ്ട് നമ്മൾ കാബ് കഴിക്കുന്നുണ്ട്. അതിപ്പം വളരെ ഡേഞ്ചർ ആണെന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. I also don't believe in sweeping generalization. അതായത് ഫോർ എക്സാമ്പിൾ ബ്രൗൺ ബ്രെഡ്, വൈറ്റ് ബ്രെഡ്. ബ്രൗൺ ബ്രെഡ് ആണ് ഹെൽത്തി, റൈറ്റ്? എല്ലാവർക്കും അറിയാം. വൈറ്റ് ബ്രെഡിനെ അപേക്ഷിച്ച് ബ്രൗൺ ബ്രെഡിൽ കുറച്ചുകൂടെ പ്രോട്ടീൻ ഉണ്ട്, കുറച്ചുകൂടെ ഫൈബർ ഉണ്ട്. പക്ഷേ ഈ ബ്രൗൺ ബ്രെഡ് എടുത്തൊരു ജാം കൂട്ടി കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഗുണം there's no point. മനസ്സിലായി. അതിനേക്കാളും ഭേദം വൈറ്റ് ബ്രെഡ് കുറച്ച് എടുത്തൊരു ഷ്രെഡഡ് ചിക്കനോ അല്ലെങ്കിൽ ഒരു മുട്ട ബുർജിയോ അതോടൊപ്പം കുറച്ച് സോർട്ടഡ് വെജിറ്റബിൾസോ കൂട്ടി കഴിച്ചു കഴിഞ്ഞാൽ അത് ആക്ച്വലി ഹെൽത്തിയർ ഓപ്ഷൻ ആണ്. ഈ ബ്രൗൺ ബ്രെഡ് ജാം കൂട്ടി കഴിക്കണേക്കാളും ഹെൽത്തിയർ ഓപ്ഷൻ ആണ്. അപ്പോൾ റിമെമ്പർ, ഒരു ഹെൽത്തി എന്ന് പറയുന്ന ഭക്ഷണം റോങ്ലി പെയർ ചെയ്ത് നമുക്ക് അതിനെ അൺഹെൽത്തി ആക്കാം. തിരിച്ചു അത്ര ഹെൽത്തി അല്ല എന്ന് പറയപ്പെടുന്ന ഭക്ഷണം സെൻസിബിളി പെയർ ചെയ്ത് അതിനെ ഹെൽത്തി ആക്കാം. ഒരു വൈറ്റ് റൈസ് ബ്രൗൺ റൈസിന്റെ അത്ര നല്ലതല്ല എന്നാണ് പറയും. പക്ഷേ ഈ വൈറ്റ് റൈസ് എടുത്ത് കുറച്ച് ചീരത്തോരനും കുറച്ച് അവിയലും കുറച്ച് പയർ മുളപ്പിച്ചതോ അല്ലെങ്കിൽ മുട്ടയുടെ വെള്ളയോ കൂട്ടി കഴിഞ്ഞാൽ ഓവറോൾ പ്രോട്ടീൻ ഫൈബർ ഇൻ ദ എൻറ്റയർ ഫുഡ് പ്ലേറ്റ് is much higher, much better, right? Than the carbohydrate. Absolutely. Scientific ആയിരിക്കണം, സെൻസിബിൾ ആയിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു ബ്രൗൺ ബ്രെഡ് എടുത്ത് ജാം കൂട്ടിയാൽ പോയി. സെൻസിബിൾ ആയിരിക്കണം, സസ്റ്റൈനബിൾ ആയിരിക്കണം. അങ്ങനെ ഈ 3 എസ്, സയന്റിഫിക്, സെൻസിബിൾ, സസ്റ്റൈനബിൾ വന്നാലേ ഇതിനൊരു ലോങ് ടേം ആയിട്ടൊരു അപ്രോച്ചിൽ കൊണ്ടുവരാൻ പറ്റില്ല. ആൻഡ് ദാറ്റ്സ് വെയർ മെജോറിറ്റി ഓഫ് പീപ്പിൾ ഫോൾട്ട് ഔട്ട്.